ഹലോ നിതാഷയാണ്. എനിക്കറിയാവുന്നതൊന്ന് പറയട്ടെ. ഇന്നത്തേത് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള തട്ടുകട ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. ഡീറ്റെയിൽഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തട്ടയുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1,300 വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 15 ചെറിയുള്ളി ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് ഇതുപോലെ 2 പീസ് അളവിൽ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയോളം മതി ഇഞ്ചി. പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു കുടം, അതായത് ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകയില്ല ഫെന്നൽ സീഡ്സ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഒരുപാട് പേസ്റ്റാക്കിയിട്ട് അരക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഒരു ചിക്കനിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ഉണക്കമുളക് ചതച്ചത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ നിറയെ ആയിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ, ഇതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് നമ്മുടെ തട്ടയുടെ ചിക്കൻ ഫ്രൈൻ്റെ മെയിൻ ഹൈലൈറ്റ്. ആ ഒരു മുകളിലുള്ള ആ ഒരു മുരുമുരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന അരിപ്പൊടിയില്ല, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഏതാണ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഉപ്പോ പുളിയോ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കാൻ പോകുന്നത്. ചുരുങ്ങിയത് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒട്ടും തന്നെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടും ടേസ്റ്റ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവേ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ 2-3 മണിക്കൂറൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. അപ്പോൾ ഇതാ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചിക്കൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഏകദേശം 1 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നും ഇളക്കിയെടുക്കാനൊന്നും പാടില്ല, കാരണം ആ ഒരു കോട്ടിങ് ഇളകിപ്പോകാതെ അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും 1 മിനിറ്റ് ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു കോട്ടിങ് അതിൽ പിടിച്ച് കിട്ടണം. അതിനുശേഷം കോട്ടിംഗ് ഒക്കെ പിടിച്ച് കിട്ടിയെന്ന് ഉറപ്പായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അറിയാമല്ലോ, ചിക്കൻ നമ്മുടെ തട്ടയുടെ ചിക്കൻ ഫ്രൈൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുറമേ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു ടെക്സ്ചർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ, കോട്ടിംഗ് ഒന്നും ഇളകാതെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്കായിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടും വീണ്ടും ഓവർ കുക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും കേട്ടോ ചിക്കൻ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കുമല്ലോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മസാല വെച്ചിട്ട് തട്ടേട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ലാസ്റ്റ് കുറച്ചധികം തന്നെ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് ഫ്രൈ ആയി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് മുന്നേ മാത്രം കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി നല്ല മുരിഞ്ഞ് സെറ്റായതിന് ശേഷം ഇതുപോലെ പാനിൽ നിന്ന് കോരിയെടുക്കാം. അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം പുറമേ ക്രിസ്പി ആയിട്ട് ആ ഒരു മുരുമുരുവൊക്കെ ആയിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ തട്ടയുടെ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു മസാല വെച്ചിട്ട് ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ വാഴയിലയിലാണ് കേട്ടോ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സവാള റൗണ്ടായിട്ട് കട്ട് ചെയ്തതും ചെറുനാരങ്ങ നീരും അങ്ങനെയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ല അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്